വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു അടിപൊളി പിസ്സ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ദ ബട്ടൺ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഓഫ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുവെള്ളം വേണം നന്നായിട്ട് മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി അടുത്തതായി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലീവ് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചുകൊണ്ടിരിക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം. മാവ് ഏകദേശം സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ല ഷേപ്പാക്കി ഒന്ന് എടുക്കണം. ഞാൻ ഇവിടെ ഒരു ബോൾ പോലെ ആക്കി എടുക്കുന്നുണ്ട്. നമുക്കിത് 2 hours റെസ്റ്റിന് വെക്കാം. ഇപ്പോൾ 2 hours കഴിഞ്ഞ് നമ്മുടെ മാവ് ഏകദേശം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് സ്റ്റിക്കി പോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പൊടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇവിടെ 2 പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് 2 ഭാഗമായിട്ട് എടുത്തു വെക്കാം. ഇനി ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം തിക്കൊന്നും ഇല്ലാതെ കുറച്ച് തിന്നായിട്ട് തന്നെ ഷേപ്പാക്കി പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് പിസ്സ സോസ് റെഡിയാക്കണം. അതിനായി ഞാൻ കുറച്ച് കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കുറച്ച് ഓർഗാനും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യുന്നത് നല്ല സ്പൈസി ആയിട്ടുണ്ടാവും. നന്നായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വെജിറ്റബിൾ പിസ്സയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനനുസരിച്ചുള്ള ഏത് വെജിറ്റബിളാണ് ആഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം മഷ്റൂമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മഷ്റൂം പിസ്സ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അപ്പം പുറത്തുനിന്ന് വന്ന പിസ്സ നല്ല എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ പൈസയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതിലേക്ക് ബ്ലാക്ക് ഒലിവ് ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ള ചീസും വെജിറ്റബിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്രീൻ ഒലിവും ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡിയായി വന്നു. ഇപ്പം നമുക്കിനി ബേക്ക് ചെയ്യാം. ഞാനിവിടെ 225 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സാണ് ഞാനിവിടെ ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി സൂപ്പർ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ടൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് കഴിക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ആ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുണ്ട്.
വാവ്, സൂപ്പർ പിസ്സ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു. ബൈ ബൈ.